Clap in. Start sound. Rolling. By one take 5. Clap. Action. കണ്ട സ്വപ്നങ്ങളൊക്കെയും വെറുതെ ആയിരുന്നു തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതിന്റെ വേദന എന്താ രവിക്ക് മനസ്സിലാവാത്തത്? മനസ്സിലാകാഞ്ഞിട്ടല്ല, ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധനായപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. Ready. One more. കണ്ട സ്വപ്നങ്ങളൊക്കെയും വെറുതെ ആയിരുന്നു തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിന്റെ വേദന. ഓക്കെ അല്ലേ? റെഡി സർ, ടേക്ക് 6. Clap in. Start sound. Rolling. By one take 6. Clap. Action. കണ്ട സ്വപ്നങ്ങളൊക്കെയും വെറുതെ ആയിരുന്നു തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതിന്റെ വേദന എന്താ രവിക്ക് മനസ്സിലാവാത്തത്? മനസ്സിലാകാഞ്ഞിട്ടല്ല. One more. സോറി. ഇവിടെ ഫസ്റ്റ് പൊസിഷൻ. മനസ്സിലാവാത്തത് എന്ന് ഇയാൾ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവാഞ്ഞിട്ടല്ല. ഓക്കെ, Clap in. Start sound. Rolling. By one take 7. Clap. Action. കണ്ട സ്വപ്നങ്ങളൊക്കെയും വെറുതെ ആയിരുന്നു തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിന്റെ. One more. അവിടെ ഇങ്ങനെ ഫസ്റ്റ് പൊസിഷൻ. ആ അതെ അതെ അതെ, ഏഴ് എഴുതി. ആ Clap in. Start sound. Rolling. By one take 8. Clap. കണ്ട സ്വപ്നങ്ങളൊക്കെയും വെറുതെ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതിന്റെ വേദന എന്താ രവിക്ക് മനസ്സിലാവാത്തത്? മനസ്സിലാകാഞ്ഞിട്ടല്ല, ഒരു തീരുമാനമെടുക്കാൻ Cut it. Cut. ഇതാണ് സിനിമയിലെ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സിനിമയിൽ ഡയലോഗ് പറയുക, അല്ലെങ്കിൽ ആക്ഷൻ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ആ സമയത്ത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സംവിധായകൻ റീടേക്ക് എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം എടുക്കുന്നു, 2 പ്രാവശ്യം എടുക്കുന്നു, 3 പ്രാവശ്യം എടുക്കുന്നു, 4 പ്രാവശ്യം എടുക്കുന്നു, അങ്ങനെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അവസാനം ചിലപ്പോൾ ശരിയായിന്ന് വരാം. ചിലപ്പോൾ നമ്മൾ ആ ഡയലോഗ് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, പറഞ്ഞു കഴിഞ്ഞ സമയത്തായിരിക്കും ഈ ക്യാമറമാൻ പറയാതെ ക്യാമറ ഒന്ന് ഷെയ്ക്ക് ചെയ്തെന്ന് പറയും. ആ സമയത്ത് നമുക്ക് ക്യാമറമാനോട് ഭയങ്കര ദേഷ്യം വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡയലോഗ് വീണ്ടും വൺ മോർ എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു മഞ്ഞ ഷർട്ടുകാരൻ ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പുറത്ത് കൂടെ ഓടി എന്ന് പറയും. അതോടുകൂടി ആ മഞ്ഞ ഷർട്ടുകാരൻ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് തോന്നും അവൻ്റെ തലയിൽ ഇടിവെട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നു. അതൊക്കെ ആ സമയത്ത് തോന്നുന്ന രീതിയാണ്. കാരണം ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ സിനിമ, ഈ ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ ടെലി സീരിയൽ, ഈ സീരിയൽ ചെയ്യുന്ന സംവിധായകൻ മോഹൻലാൽ, ഇളക്കങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. അപ്പോൾ അന്ന് കാലത്ത് ഇളക്കങ്ങൾ ആ സിനിമ സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മോഹൻ പറഞ്ഞു, ഇതിനകത്ത് കറവക്കാരൻ ദേവസിക്കുട്ടി എന്ന് പറയുന്ന റോള് ഇന്നസെൻ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് മൊത്തം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല. മാത്രമല്ല ഞാനാണെങ്കിൽ അങ്ങനെ സിനിമകളിലൊന്നും അഭിനയിച്ച് തുടങ്ങിയിട്ടുമില്ല. തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചായ കൊണ്ടുവരുന്നതോ അങ്ങനെയുള്ള സീനുകൾ ചെയ്തിട്ടുള്ളൂ. ഇതൊരു വളരെ ഫുൾ ലെങ്ത് റോളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടത് വയ്യ, ഞാൻ ഇല്ല ഈ പണിക്ക് എന്ന് പറഞ്ഞു. മോഹൻ പറഞ്ഞു, നാട്ടിൽ നമ്മൾ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യേണ്ടത്, അത് നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നീ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ ഈ കറവക്കാരൻ ദേവസ്കുട്ടി എന്ന റോൾ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ ഈ റീടേക്ക് ഒരുപാട് വരുന്നുണ്ട്. എൻ്റെ സീനിലാണ് കൂടുതൽ. അപ്പോൾ നെടുമുടി വേണു ഞാനും തമ്മിലുള്ളൊരു വലിയൊരു ലെങ്ത് ഒരു സീൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 1 പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ 3ആയി, 5ആയി, 8ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേണുവിനോട് പറഞ്ഞു, വേണു ഞാനിവിടുന്ന് ഓടിപ്പോകാൻ പോകും എൻ്റെ വീട്ടിലേക്ക്, കാരണം എനിക്ക് ആകെ ഭ്രാന്തായി പോകുന്ന തോന്നണം. അപ്പോൾ വേണു പറഞ്ഞു, തനിക്ക് നല്ല വായലനാവും മിടുക്കൊക്കെ ഉള്ളത്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇത് എനിക്ക് പറ്റില്ല, കാരണം ഇത്രയും കാണാപ്പാടം പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ 10ാം ക്ലാസ് എന്നേ ജയിച്ചു പോകുന്നതിന് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും സംവിധായകൻ വന്നു. മോഹൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, താൻ അപ്പം 8ാമത്തെ ടേക്കാണ്, ഇന്നസെൻ്റ് അസലായിട്ടുണ്ട്, തൻ്റെ മുഖത്തുള്ള ആ ടെൻഷൻ പല നടന്മാർക്കും ഇല്ലാത്ത അത്രയും ടെൻഷൻ, അതാണ് ഈ സീനിൻ്റെ പ്രധാന കാര്യം. അത് ഗംഭീരമായിട്ട് വരുന്നത്. ഡയലോഗ് ഒന്ന് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീൻ ഓക്കെയാണ്. മാത്രം താൻ നല്ലൊരു നടനായിത്തീരും. അതിലൊരു സത്യം ഇന്നും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ടെൻഷൻ ഞാൻ അഭിനയിച്ചതല്ല. ഈ സിനിമ ഷൂട്ടിംഗ് കാണാൻ വന്നിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ഇവരൊക്കെ കണ്ടിട്ടും ഈ ഡയലോഗ് മറന്നു പോവുമോ എന്നുള്ള ടെൻഷനായിരുന്നു. ആ ടെൻഷൻ അത് അഭിനയമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം.